നമുക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. അതിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. 26 മിക്കവാറും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ കഴിയുക അടുത്ത ഭരണസമിതിക്കാണ്. അപ്പൊ ആ പദ്ധതിയും നമ്മുടെ ഈ വർഷത്തെ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഏറ്റെടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മൂന്നാമത് നാം മുൻഗണന കൊടുക്കണമെന്ന് സർക്കാർ പറയുന്നത് ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല 5 വർഷക്കാലം കൊണ്ട് 20 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കും. ഇതിനകം കേരളത്തിൽ ഏതാണ്ട് 8 ലക്ഷത്തിലധികം ആളുകൾക്ക് ഈ 4 വർഷക്കാലത്തിനിടയിൽ തൊഴിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് കൂടി തൊഴിൽ ലഭ്യമാക്കുന്നതിനാവശ്യമായ സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്ട് 40ഓളം സ്വയം തൊഴിൽ സംരംഭങ്ങൾ നമ്മുടെ എല്ലാ ബ്ലോക്കിലും ഒരു മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കണം. എവിടെ സ്ഥാപിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഞാനിപ്പോ ഇവിടെ വന്നുകൊണ്ട് അതിന്റെ ആവശ്യകത പറയുന്നു. എനിക്ക് ഇതൊക്കെ ഇറ്റിവയിൽ സ്ഥാപിക്കട്ടെ എന്ന് പറയുമ്പോഴാണ് എന്റെ സ്വഭാവം മാറി വരുന്നത്. മാലിന്യം സംസ്കരിക്കണം, കത്തിക്കണം, പക്ഷെ ഇറ്റിവയിൽ ഒക്കില്ല. ആ ബ്ലോക്ക് പ്രസിഡന്റിനോട് ചോദിച്ചാൽ ബ്ലോക്ക് പ്രസിഡന്റ് പറയും കണക്കിന് വെക്കൂല, ഇറ്റിവയുടെ ഒരു ഭാഗം കൂടെ അവർക്കുള്ളതുകൊണ്ട് ഇറ്റിവ വെക്കൂല, ബാക്കി എവിടെയും വയ്ക്കാം. ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അതാണ്. ഇന്ന് എവിടെ സ്ഥാപിക്കും? അന്തരീക്ഷത്തിൽ കൊണ്ട് സ്ഥാപിക്കാം. ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നിലനിന്നപ്പോഴും അതിനെയെല്ലാം ഒരു പരിധിക്കപ്പുറമായി ഇടപെട്ടുകൊണ്ട് ഭരണസമിതിയും നമ്മുടെ ജീവനക്കാരുടെയും ആത്മാർത്ഥമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പദ്ധതി പ്രവർത്തനങ്ങൾ ഈ നിലയിലേക്ക് എല്ലാ മേഖലയിലും കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. മാനദണ്ഡങ്ങൾക്കെല്ലാം വിധേയമായിക്കൊണ്ട് നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ ചില നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആ മേഖലകൾക്ക് നിർബന്ധമായി ഊന്നൽ നൽകിക്കൊണ്ട് ഗവൺമെന്റ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധ പ്രോജക്റ്റുകളായിട്ട് വകയിരുത്തേണ്ടതിനെല്ലാം വകയിരുത്തിയതിനു ശേഷം വളരെ തുച്ഛമായ ഫണ്ട് കൊണ്ടാണ് 8 ഗ്രാമപഞ്ചായത്തുകളിലെ 15 ഡിവിഷനുകളിലായി നമ്മൾ ഈ പ്രവർത്തനം നടപ്പിലാക്കുന്നത്. 15 ഡിവിഷനുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാന 3 ഹോസ്പിറ്റലുകളാണ്. കടക്കൽ താലൂക്ക് ആശുപത്രി, നിലമേൽ ആശുപത്രി, വെളുത്തല്ലൂർ 3 ആശുപത്രികളും 3 ലെവലിൽ പ്രവർത്തിക്കുന്നതാണ്. ഞങ്ങൾക്ക് ആകെ ലഭിക്കുന്ന 4 കോടി രൂപ എന്ന് പറയുന്ന നമ്മുടെ മെയിന്റനൻസ് ഫണ്ട് ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് മറ്റൊന്നിനും വിനിയോഗിക്കാതെ 3 ആശുപത്രികളുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെടും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഒരു പുതിയ പദ്ധതി പട്ടികജാതി കോളനികളിൽ കേന്ദ്രീകരിച്ച് സോളാർ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന ഒരു പദ്ധതി ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം ഇവിടെ ഏറ്റെടുത്തതാണ്. ഒരു 3 ലൈറ്റുകൾ വിവിധ പട്ടികജാതി കോളനി, അംഗൻവാടി പ്രതിനിധി, ജോയിന്റ് BDOമാർ, VO, LVOമാരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ICDSന്റെ സൂപ്പർവൈസേഴ്സ്, അതോടൊപ്പം തന്നെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള സഖാവ് D തങ്കപ്പനടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബഹുമാന്യര്, ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് ഇവിടെ ചേരുന്നത്. ആസൂത്രണ സമിതി യോഗം വളരെ ഫലപ്രദമായി ചേരുന്നതിന് ശേഷമാണ് നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങളിലേക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വളരെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളെ അറിയിച്ചെങ്കിലും ഇതേ സമയം തന്നെ വെളുന്നല്ലൂർ പഞ്ചായത്തിലെ വികസന വർക്കിംഗ് ഗ്രൂപ്പ്, നിലമേൽ പഞ്ചായത്ത് ബന്ധപ്പെടുത്തിയ ആലോചനകളാണ്. കുഴൽക്കിണർ നിർമ്മിച്ച് ടാങ്ക് സ്ഥാപിച്ച് വീടുകളിൽ ശുദ്ധജലം എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും വരൾച്ചയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പണമടച്ചുകൊണ്ട് നിരന്തരമായി അവരുമായി ഇടപെട്ട് അത്തരത്തിൽ 25-30 വീടുകളടങ്ങുന്ന ഒരു പ്രദേശത്തേക്ക് കുടിവെള്ളം കൊടുക്കുന്ന പ്രവർത്തനം വളരെ വിജയകരമായി ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പല മേഖലകളിലും നടപ്പിലാക്കി പ്രവർത്തിച്ചു കൊണ്ടുപോകാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട്. അത് കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തി നമുക്ക് നടത്തുവാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രവർത്തനമായി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഇവിടെ സംരംഭവുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ ഭരണസമിതി വരുന്ന സമയത്ത് സംരംഭങ്ങൾ തുടങ്ങുവാൻ വേണ്ടി വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി JLG ഗ്രൂപ്പിന് സബ്സിഡി നിരക്കിൽ
ലോൺ അനുവദിച്ച് നൽകുമ്പോൾ പ്രത്യേകമായി ചില തൊഴിൽ മേഖലകളായിരുന്നു, സംരംഭ മേഖലകളായിരുന്നു അന്ന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. എന്നാൽ തൊട്ടടുത്ത വർഷം തൊട്ട് പ്രത്യേക മേഖലകളൊന്നുമില്ലാത്ത ഏത് സംരംഭം തുടങ്ങുന്ന JLG ഗ്രൂപ്പിനും സബ്സിഡിയോടുകൂടി ലോൺ അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഈ ബ്ലോക്ക് പഞ്ചായത്ത് തുക വകയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അംഗീകാരം വാങ്ങി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി നമ്മൾ സമർപ്പിക്കും. ഇപ്പൊ കഴിഞ്ഞ പദ്ധതികൾ നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പും അതുപോലെ തന്നെ വികസന സമിതിയും എല്ലാം ചേർന്ന് ചർച്ച ചെയ്താണ്. ആ എടുത്തിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ച് വളരെ വിജയകരമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ മോണിറ്ററിംഗ് നടത്തി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫണ്ട് ചെലവഴിക്കുന്ന കാര്യത്തിലും നമ്മൾ ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം തന്നെ നടപ്പാക്കുന്നതിലും വലിയ കുറവുകളില്ലാതെ കൃത്യതയോടെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഈ വർഷത്തെ പദ്ധതി സംബന്ധിച്ച് ഞങ്ങളുടെ ആസൂത്രണ സമിതി യോഗം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ വിശദമായി പല മേഖലകളെ സംബന്ധിച്ചും ചർച്ച ചെയ്യും.